ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിംഗ് ഹാഫ് കെ എക്സ് സ്ക്വയർ അതിൻ്റെ ഇക്വേഷനൊക്കെ അല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി അതിനകത്ത് പറയാനുണ്ട്. ഒരു സ്പ്രിംഗ് വിചാരിക്കും. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ട ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പം ഇതിപ്പോൾ ആദ്യം ഇക്വിലിബ്രിയം പൊസിഷനിലല്ലേ ഉള്ളത്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ മുതലല്ലേ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് അളക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതിന് എന്തില്ല, ഇവിടെ തന്നെയാണല്ലേ. അപ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല എക്സ്, അപ്പോൾ എക്സ് ഇല്ല. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, എക്സ് ഡിസ്റ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായി, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ ആയി. ഇതൊരു ഫ്രിക്ഷൻലെസ് സർഫസിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയായി. ഇനി നമ്മൾ ഇതിനെ ഈ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീസ്റ്റോറിങ് ഫോഴ്സ് കാരണം അത് തിരിച്ചു വരും അല്ലേ. റീസ്റ്റോറിങ് ഫോഴ്സ് കാരണം ഇവിടെ വരെ തിരിച്ചു വരും. ഇവിടെ വരെ തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുകയല്ല ചെയ്യുക. അപ്പോൾ ഇത് ഇവിടുന്ന് വിട്ടാൽ റീസ്റ്റോറിങ് ഫോഴ്സ് കാരണം ഇവിടെ വരെ വന്ന് പിന്നെ അത് ഇങ്ങോട്ടേക്ക് പോയി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പ്രിംഗ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് കുറച്ച് പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കളിക്കും, ഓസിലേറ്റ് ചെയ്യും. ഫ്രിക്ഷൻലെസ് സർഫസിലാണെങ്കിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കും അല്ലേ. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് കാരണം അത് ഇവിടുന്ന് വിട്ടാൽ ഇവിടെ വരിക, തിരിച്ചു വരിക. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്? ഇങ്ങോട്ടേക്ക് പോകാൻ കാരണം ഇനേർഷ്യയാണ്. എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടം വരെ എത്തി അത് അതേ അവസ്ഥയിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇനേർഷ്യയാണ്. ആ അവസ്ഥ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇവിടെ എത്തുമ്പോൾ നിന്നു, പിന്നെ തിരിച്ചങ്ങോട്ട് വരും. അങ്ങനെ കളിക്കും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വെച്ചേ നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അത് റസ്റ്റിലാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? അപ്പോൾ അല്ലേ ഇത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ബ്ലോക്ക് ഇവിടെയുള്ള അപ്പോൾ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ, ഇതാണ് എക്സ് അല്ലേ. അത് റസ്റ്റിലാകുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണ്, 0. കൈനറ്റിക് എനർജി 0 ആണ്. ഇനി നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാലേ ഇങ്ങോട്ട് വരുന്തോറും അതിൻ്റെ സ്പീഡ് കൂടി വരും. സ്പീഡ് കൂടി ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ സ്പീഡ് മാക്സിമം ആവുക. അപ്പോൾ സ്പീഡ് മാക്സിമം ആവുക എവിടെയാണ്, ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഇവിടുന്ന് വിട്ടാൽ ഇവിടെ റസ്റ്റിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതോറും സ്പീഡ് കൂടി ഇവിടെ എത്തുമ്പോൾ സ്പീഡ് മാക്സിമം. അപ്പോൾ മാക്സിമം സ്പീഡിൽ ഇവിടെയാണ് പോവുക. അപ്പോൾ സ്പീഡ് മാക്സിമം ആകുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായി, മാക്സിമമായി. അപ്പോൾ സ്പീഡ് മാക്സിമം ആകുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമമായി. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി എവിടെയാണ്, മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ സംഭവിക്കുക ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായി, 0. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ. കൈനറ്റിക് എനർജി ഇവിടെ എത്തുമ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ ഹാഫ് എം ബി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ വി മാക്സിമായി, സ്പീഡ് മാക്സിമായി. അപ്പോൾ ഹാഫ് എം വി മാക്സ് സ്ക്വയർ എന്ന് ഇതാ കൈനറ്റിക് എനർജി. അപ്പോൾ സംഭവിക്കും നമുക്കറിയാം ഒരു എനർജി അല്ലേ മറ്റൊരു എനർജിയായി കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ മാക്സിമം, കൈനറ്റിക് എനർജി ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താ, ഈ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എത്തുമ്പോൾ 0 ആയി. പകരം കൈനറ്റിക് എനർജി മാക്സിമമായി. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഇവിടെയുള്ള കൈനറ്റിക് എനർജി. അപ്പോൾ ഈ പൊസിഷൻ്റെ പേരാണ് എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും മീൻ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ഇവിടെയുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജിയായി മാറുക. ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, അപ്പോൾ എക്സ്ട്രീമിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഇവിടെയുള്ള കൈനറ്റിക് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി എത്രയാണ്, ഹാഫ് എം വി മാക്സ് സ്ക്വയർ ഈക്വൽ ടു ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിട്ടപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് ഇവിടുത്തെ സ്പീഡ് മാക്സിമമായി. ഇനി അത് ഇനേർഷ്യ കാരണം ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ മുതൽ ഇവിടെ വരെ എത്താൻ കാരണം റീസ്റ്റോറിങ് ഫോഴ്സ് കാരണമാണ് ഇവിടെ വരെ എത്തുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ കാരണം അത് അതേ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതേ അവസ്ഥ കണ്ടിന്യൂ അതിൻ്റെ പ്രോപ്പർട്ടി ഓഫ് ഇനേർഷ്യയാണ്.
ഇനി അത് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് ബ്ലോക്ക് ഇവിടെ എത്തുമ്പോൾ നിൽക്കും അല്ലേ. അപ്പോൾ റെസ്റ്റ് ആകുമ്പോൾ എന്തായി, കൈനറ്റിക് എനർജി 0 ആയി. ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ ഒരു എക്സ് അല്ലേ, പൊട്ടൻഷ്യൽ എനർജി ½ k² ആവും. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിലായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ½ k², രണ്ട് എക്സ്ട്രീം പൊസിഷൻ അവിടെയും ഇവിടെയും. മീൻ പൊസിഷനിൽ, ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി മാക്സിമം. അങ്ങനെയാണ് നടക്കുക. ഇനി ഇവിടെയുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുക. ഓക്കെ ഓക്കെ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റൂലേ. എന്ന് പറഞ്ഞാൽ കൈനറ്റിക് ഈ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെട്ടു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ പാടുള്ളൂ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ്, അതൊന്നും പാടില്ല. ഇനി സ്പ്രിങ്ങിലുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സ്പ്രിങ്ങിലുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സ്പ്രിംഗ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഈ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എനർജി ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു പറഞ്ഞു. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഒരു ഭാഗം, ഇതിൻ്റെ ഒരു ഭാഗം ഹീറ്റൊക്കെ ആയിട്ട് പോകും, ഹീറ്റ് എനർജിയൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഈ എനർജീൻ്റെ ഒരു ഭാഗം ഹീറ്റ് എനർജിയൊക്കെ ആയി പോയി. അപ്പോൾ ബാക്കി ഭാഗമേ എന്തായി മാറൂ, കൈനറ്റിക് എനർജിയായി മാറും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് കൈനറ്റിക് എനർജിയായി മാറില്ല നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ സ്പ്രിംഗ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഫ്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രീമിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും മീൻ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഇവിടെയുള്ള കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഈ ആക്സിസിൽ എനർജി ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഇത് പ്രൊപ്പോർഷണൽ ടു x² അല്ലേ. പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു ഇപ്പോൾ x ആണെങ്കിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ ഇത് പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു x² ഇല്ലടാ, x² ഉണ്ടല്ലേ, x² ഇല്ല. പ്രൊപ്പോർഷണൽ ടു x ആണെങ്കിൽ ഗ്രാഫ് എന്താണ്, സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ ഇവിടെ പ്രൊപ്പോർഷണൽ ടു x ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു x² ഉണ്ട്, അപ്പോൾ ഗ്രാഫ് പരാബോള ആയിരിക്കും. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് പരാബോളിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇത് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇത് മീൻ പൊസിഷൻ, ഇതിൻ്റെ രണ്ട് സൈഡിൽ അപ്പുറം ഇപ്പുറമായിട്ട് എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഇത് എക്സ്ട്രീം പൊസിഷൻ, ഇത് എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഇത് രണ്ട് എക്സ്ട്രീം പൊസിഷൻസ് ആണ്. ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഗ്രാഫ് ആയിക്കോട്ടെ. പൊട്ടൻഷ്യൽ എനർജി എവിടെയാണ്, 0. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പിനെ പറ്റി ഞാൻ പറഞ്ഞു, പരാബോളയാണ്. പൊട്ടൻഷ്യൽ എനർജി 0 എവിടെയാണ്, മീൻ പൊസിഷൻ. അപ്പോൾ മീൻ പൊസിഷനിൽ 0. എവിടെയാണ് മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എവിടെയാണ്, ഈ എക്സ്ട്രീമിലാണ് പൊട്ടൻഷ്യൽ എനർജി എന്ത്, മാക്സിമം. അപ്പോൾ മീൻ പൊസിഷനിൽ 0. അപ്പോൾ ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരച്ചു. ഗ്രാഫ് പരാബോളയല്ലേ. പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇതാ എക്സ്ട്രീമിൽ, ഇത് രണ്ടല്ല എക്സ്ട്രീമിൽ മാക്സിമം, മീൻ പൊസിഷനിൽ 0, മീൻ പൊസിഷനിൽ ഇല്ല. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഗ്രാഫാണ്. എക്സ്ട്രീമിൽ ഇത് ഇവിടെ രണ്ടിടക്കും മാക്സിമം. ഇത് എനർജി ഇവിടെ അല്ല, ഈ ആക്സിലല്ല. അപ്പോൾ എനർജി മാക്സിമം ഇവിടെ എക്സ്ട്രീമിൽ മാക്സിമം, മീൻ പൊസിഷനിൽ 0. എനർജി കുറഞ്ഞ് 0 ആയി മീൻ പൊസിഷനിൽ. കൈനറ്റിക് എനർജീൻ്റെ ഗ്രാഫ് നേരെ തിരിച്ചാ. കൈനറ്റിക് എനർജീൻ്റെ ഗ്രാഫ് ഇനി നേരെ ഓപ്പോസിറ്റാണ്. മീൻ പൊസിഷനിൽ മാക്സിമവും എക്സ്ട്രീം പൊസിഷനിൽ 0 അല്ലേ കൈനറ്റിക് എനർജി. അപ്പോൾ മീൻ പൊസിഷനിലാണ്. അപ്പോൾ ഗ്രാഫ് നേരെ റിവേഴ്സ് ആയിട്ട് വരക്കാം. ഇങ്ങനെ വരക്കാം. ഇതാ മീൻ പൊസിഷനിൽ മാക്സിമം, എക്സ്ട്രീമിൽ എത്തുമ്പോൾ കുറഞ്ഞ് 0 ആയി. ഇതായത് ഗ്രാഫ് കൈനറ്റിക് എനർജീൻ്റെ ഗ്രാഫ്. ഓക്കെ, ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സും അല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ പഠിച്ചെന്നാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജി വിൽ ബി എ കോൺസ്റ്റൻറ്റ് ആകുമ്പോൾ ഗ്രാഫ് എങ്ങനെ വരിക, കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് വരും. അപ്പോൾ ഈ ഗ്രാഫാണ്
സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ, എനർജി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, റെഡി? ഇനി ഇതിൽ നമുക്ക് പറയാനുള്ളത് പവർ. എന്ന് വെച്ചാൽ എന്താണ്? പവർ എന്ന് പറയുമ്പം വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് ആണ്. വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 1 സെക്കൻഡ് ഇല്ലേ? അപ്പോൾ 1 സെക്കൻഡിൽ ചെയ്യപ്പെടുന്ന വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് നമുക്ക് വർക്ക് ബൈ ടൈം എന്ന് എഴുതാം. വർക്ക് ബൈ ടൈം, പവർ ഈക്വൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. വർക്കിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ബൈ ടൈം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. സോ പവർ ഈക്വൽ ടു W ബൈ ടി വരും. W ബൈ ടി. ഓക്കെ, അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്ത് വരും? വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ അല്ലേ, ജൂൾ പെർ ടൈം സെക്കൻഡ്. സോ ജൂൾ പെർ സെക്കൻഡ് വരും. ജൂൾ പെർ സെക്കൻഡ് ഈസ് കോൾഡ് വാട്ട് W. ഇപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. SI യൂണിറ്റ് വാട്ട്. ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ എന്ത് വരും? ഡയമെൻഷണൽ ഫോമിൽ വർക്കിൻ്റെ എന്താണ്? വർക്കിൻ്റെത് ml² T⁻⁻² അല്ലേ, ബൈ ടൈം T. സോ ഇറ്റ് ബിക്കം ml² T⁻³ വരും. പവറിൻ്റെ ഡയമെൻഷണൽ ഫോമുല ഇങ്ങനെ വരും. പിന്നെ പവർ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പവർ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലേ? അപ്പോൾ പവർ ഈക്വൽ വർക്കിൻ്റെ നമുക്ക് എന്ത് ചെയ്താൽ, വർക്ക് എന്ന് പറയുമ്പം FS cos θ അല്ലേ, എന്ന് പറഞ്ഞാൽ വെക്റ്റർ F ഡോട്ട് വെക്റ്റർ S അല്ലേ. അപ്പോൾ വർക്ക് FS cos θ F ഡോട്ട് S ബൈ ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താണ്? വെലോസിറ്റി അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി. സോ പവർ ഈക്വൽ ടു വെക്റ്റർ എഫ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി എഫ് ഡോട്ട് വി വരും. വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ വി ഇക്കൽ പവർ. പവറിന് ഇതിന് വെക്റ്റർ സൈൻ കൊടുക്കല്ലേ, അത് സ്കേലാറാണ്. പവർ ഈസ് എ സ്കേലാർ. ഓക്കെ, അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇനി ഞാൻ പവറിൻ്റെ യൂണിറ്റ് വാട്ട് എന്ന് പറഞ്ഞു അല്ലേ, പവറിൻ്റെ യൂണിറ്റ് വാട്ട്. പവറിൻ്റെ ഹയർ യൂണിറ്റ്സ്, അതായത് പവർ നമ്മൾ സാധാരണ വാട്ടാണ് SI യൂണിറ്റ്. അപ്പോൾ ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000. കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറയുമ്പോൾ 10⁻³ അല്ലേ, 10⁻³ വാട്ട് എന്ന് എഴുതാം അല്ലേ. ഇനി 1 മെഗാവാട്ട് മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. അപ്പോൾ 10⁻⁶ വാട്ട് വരും. കാരണം ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം പവർ സാധാരണ മെഗാവാട്ടിലൊക്കെ തരിക. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് SI യൂണിറ്റ് വാട്ടാണ്, അപ്പോൾ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി 1 ജിഗാവാട്ട് ജിഗ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ് വാട്ട്. ഓക്കെ, ഇതൊക്കെ പവറിൻ്റെ ഹയസ്റ്റ് യൂണിറ്റുകളാണ്. കിലോ വാട്ട്, മെഗാവാട്ട്, ജിഗാവാട്ട്. ഇതുപോലെ പവറിൻ്റെ ഒരു യൂണിറ്റാണ് ഹോഴ്സ് പവർ. കേട്ടില്ലേ, ഹോഴ്സ് പവർ HP. ഹോഴ്സ് പവർ എന്ന് പറയുന്നത് പവറിൻ്റെ ഒരു യൂണിറ്റാണ്. പവറിൻ്റെ ഒരു യൂണിറ്റാണ് ഹോഴ്സ് പവർ. ഓക്കെ, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. 1 HP 746 വാട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ കറണ്ട് ബില്ല് അടക്കുന്നില്ലേ, അതായത് നമ്മൾ എത്ര ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചു. ഈ ഇലക്ട്രിക്കൽ എനർജി അപ്പോൾ അത് എനർജിയാണല്ലേ, ഇലക്ട്രിസിറ്റി എനർജി അല്ലേ. എനർജീൻ്റെ യൂണിറ്റ് എന്നാ, എനർജീൻ്റെ SI യൂണിറ്റ് എന്നാ ജൂളാണ് അല്ലേ. പക്ഷെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ പറയുക, നമ്മൾ എത്ര ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഉപയോഗിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബില്ലൊക്കെ അടക്കുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചു. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ സാധാരണ പറയുക കിലോ വാട്ട് ഹവറിലാണ്.
കിലോ വാട്ട് ഹവർ. 1 കിലോ വാട്ട് ഹവർ എന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഒരാൾ പറയുന്നു, നമ്മുടെ വീട്ടിൽ 1 കിലോ വാട്ട് ഹവർ എന്തുപയോഗിച്ചു? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചു. അപ്പോൾ കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീൻ്റെ യൂണിറ്റാണ്. ഇലക്ട്രിക്കൽ എനർജീൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയും. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജീൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റാണ് കിലോ വാട്ട് ഹവർ. ശരിക്ക് SI യൂണിറ്റ് എനർജീൻ്റെ SI യൂണിറ്റ് എന്ന ജൂളാണ്. പക്ഷേ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ സാധാരണ പറയുക കിലോ വാട്ട് ഹവറിലാണ്. അപ്പോൾ കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീൻ്റെ യൂണിറ്റ്, അല്ലാണ്ട് ഇത് പവറിൻ്റെ യൂണിറ്റ് അല്ല. പവറിൻ്റെ യൂണിറ്റ് കിലോ വാട്ടാണ്. ഇത് കിലോ വാട്ട് ഹവർ എന്നാണ്, ഹവർ. ഓക്കെ, ദിസ് ഈസ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇറ്റ് ഈസ് ദ നോട്ട് എ യൂണിറ്റ് ഓഫ് പവർ. അപ്പോൾ 1 കിലോ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് SI യൂണിറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 10⁻³ വാട്ട്, 1000 വാട്ട് അല്ലേ, 1000 വാട്ട് ഇൻറ്റു 1 ഹവർ. 1 ഹവർ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്? കിലോ വാട്ട് ഹവർ അല്ല. അപ്പോൾ 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ 3.6 ഇൻറ്റു 10⁻6 വരും ജൂള്. ഓക്കെ, അപ്പം നിങ്ങൾ 1 കിലോ വാട്ട് ഹവർ ഇലക്ട്രിക്കൽ എനർജി നിങ്ങൾ ഉപയോഗിച്ചു. 1 കിലോ വാട്ട് ഹവർ ഇലക്ട്രിക്കൽ എനർജി നമ്മളെ വീട്ടിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, 1 കിലോ വാട്ട് ഹവർ എനർജി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും ജൂൾ എനർജി നമ്മൾ ഉപയോഗിച്ചു എന്നാണ് അർത്ഥം. ജൂളിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം, ഇത്രയും ജൂൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് ഹവർ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൺസ്യൂം ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് ഓർമ്മിക്കേണ്ട ഒരു സംഭവമാണ്. ഇലക്ട്രിക്കൽ എനർജിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയും. ഈസ് കോൾഡ് കിലോ വാട്ട് ഹവർ. എനർജീൻ്റെ യൂണിറ്റാണ്, അല്ലാതെ ഇത് പവറിൻ്റെ യൂണിറ്റ് അല്ല. കിലോ വാട്ട് ഹവർ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് കൊളീഷനാണ്. കൊളീഷൻ. ഓക്കെ, കൊളീഷൻ ഈ ടോപ്പിക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. നോക്കുക, കൊളീഷൻ. അപ്പോൾ നമ്മൾ കൊളീഷൻ, അപ്പം 2 വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു അല്ലേ. 2 വസ്തുക്കൾ തമ്മിൽ കൊളീഷൻ നടന്നു എന്ന് പറയുന്നത്, കൊളീഷൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ്, 2 ബോഡി തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അപ്പോൾ കൊളീഷൻ നടന്നു എന്ന് പറയണമെങ്കിൽ, അപ്പോൾ ഒരു ബോഡിയും മറ്റേ വേറൊരു ബോഡിയും തമ്മിൽ കൊളൈഡ് ചെയ്ത് 2 വന്ന് കൂട്ടിമുട്ടി വിചാരിക്കും. അപ്പോൾ കൊളീഷൻ നടന്നു. ഓക്കെ, അപ്പോൾ ഈ കൊളീഷൻ നടന്നു എന്ന് പറയണമെങ്കിൽ ഇവർ വന്ന് ഇങ്ങനെ 2 തമ്മിൽ ശരിക്കും വന്നിങ്ങനെ ഇടിക്കൊന്നും വേണ്ട. ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇപ്പോൾ 2 മാഗ്നറ്റ് തമ്മിൽ, മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ സൗത്ത് പോൾ, അപ്പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്തും തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്തു. നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇവർ റിപ്പൽ ചെയ്തു. അപ്പോൾ ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ നടന്നു. ഇവർ തമ്മിൽ ശരിക്ക് 2 തമ്മിൽ കൂട്ടിമുട്ടിയിട്ടൊന്നുമില്ല. 2 തമ്മിൽ ശരിക്കും വന്ന് ഒന്ന് മറ്റൊന്നിനെ വന്ന് ഇടിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇവർ ഇൻട്രാക്ഷൻ നടന്നു കഴിഞ്ഞു. ഇങ്ങനെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസാണ് കൊളീഷൻ. ഓക്കെ, അപ്പോൾ കൊളീഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒന്ന് ഇലാസ്റ്റിക് കൊളീഷൻ, അല്ലെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ പറയും. ഇലാസ്റ്റിക് കൊളീഷൻ. അതുപോലെ സെക്കൻഡ് വൺ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അതുപോലെ ഇനി നമുക്ക് ഇൻഇലാസ്റ്റിക് കൊളീഷൻ കഴിഞ്ഞാൽ അതിൽ തന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്. ഓക്കെ, എന്താണെന്ന് നമുക്ക് പറയാം. മെയിനായിട്ട് ഇതാണ് ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 2 വസ്തുക്കൾ തമ്മിൽ, ഇപ്പോൾ m1 മാസുള്ളൊരു ഒബ്ജക്റ്റ്, ഇത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി u1 ആണ്. m2 മാസുള്ള വേറൊരു വെലോസിറ്റി, m2 മാസ്, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി u2 ആണ്. ഈ ബോഡീനെ കൊളൈഡ് ചെയ്തു. 2 വസ്തുക്കൾ തമ്മിൽ കൊളൈഡ് ചെയ്തു. ഇത് വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്തു. കൊളീഷന് ശേഷം m1ൻ്റെ വെലോസിറ്റി v1 ആയി. കൊളീഷന് ശേഷം അവരുടെ വെലോസിറ്റി മാറാം അല്ലേ. ഒന്ന് വന്ന് മറ്റൊന്നിനെ ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി എന്താവാം? മാറാം. അപ്പോൾ m1ൻ്റെ വെലോസിറ്റി v1 ആയി, m2ൻ്റെ വെലോസിറ്റി v2 ആയി. ഓക്കെ,
അപ്പോൾ ഇവിടെ വെച്ചാൽ കൊളീഷൻ നടന്നത്, ഈ കൊളീഷൻ ഒരു ഇലാസ്റ്റിക് കൊളീഷനാണെന്ന് വിചാരിക്കും. ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, കൊളീഷൻ നടക്കുന്ന കൊളീഷൻ ഒരു ഇലാസ്റ്റിക് കൊളീഷനാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അതിൽ മൊമെൻറ്റം ഒരു പോയിന്റ്, മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. മൊമെൻറ്റം ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. അതുപോലെ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. മൊമെൻറ്റം കൺസേർവ്ഡ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ്. കൺസേർവ്ഡ് മീൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ മൊമെൻറ്റം കൺസേർവ്ഡ് എന്ന് പറയുമ്പോൾ കൊളീഷന് മുമ്പുള്ള മൊമെൻറ്റവും കൊളീഷന് ശേഷമുള്ള മൊമെൻറ്റവും ഈക്വൽ ആയിരിക്കും. മൊമെൻറ്റം ബിഫോർ കൊളീഷനും മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനും ഈക്വൽ ആയിരിക്കും. ടോട്ടൽ മൊമെൻ്റ് ആണ്. ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ ഓക്കെ, രണ്ട് മൊമെൻറ്റും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ മൊമെൻറ്റം പറയൂ. മൊമെൻറ്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പോൾ m1u1 ഇതിൻ്റെ മൊമെൻറ്റം m2u2 രണ്ടും ആഡ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ഇതാണ് ടോട്ടൽ മൊമെൻറ്റം അല്ലേ, m1u1 പ്ലസ് m2u2. ടോട്ടൽ മൊമെൻറ്റ് എപ്പോൾ? ബിഫോർ കൊളീഷൻ ടോട്ടൽ മൊമെൻറ്റ് ഇതാണ്. അതുപോലെ ആഫ്റ്റർ കൊളീഷൻ എടുക്കുക, m1v1. ആഫ്റ്റർ കൊളീഷൻ ഇത് രണ്ടും അല്ലേ, m1v1 പ്ലസ് m2v2. സ്ട്രെയിറ്റ് ലൈനാണ്, ആഡ് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷനും ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് മൊമെൻറ്റം കൺസേർവ്ഡ് എന്ന് പറയുന്നത്. ഇതേപോലെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ്. മക്കളെ, ഒട്ടുമിക്ക എല്ലാ കൊളീഷനിലും, സാധാരണ നമ്മൾ കാണുന്ന കൊളീഷനിലൊന്നും കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കണം. നമ്മൾ സാധാരണ കാണുന്ന കൊളീഷനൊന്നും കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയും കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇതിൻ്റെ കൈനറ്റിക് എനർജി രണ്ടും ആഡ് ചെയ്യും. ഹാഫ് m1u1 സ്ക്വയർ അല്ല അതിൻ്റെ കൈനറ്റിക് എനർജി പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ ഈക്വൽ ടു കൊളീഷന് ശേഷം എന്ത് വരും? ഇതിൻ്റെത് ആഡ് ചെയ്യുക, കൈനറ്റിക് എനർജി ആഡ് ചെയ്യുക. ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ. ഇതാണ് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. ബിഫോർ കൊളീഷൻ എടുക്കുക, ആഫ്റ്റർ കൊളീഷൻ എടുക്കുക. ടോട്ടൽ കൈനറ്റിക് എനർജി എന്താക്കും? കൺസേർവ്ഡ് മീൻസ് ഈക്വൽ ആയിരിക്കും. ടോട്ടലാണ്, അല്ലാണ്ട് ഇതിൻ്റെത് ഈക്വൽ ഇതിൻ്റെത് അങ്ങനെയല്ല. ടോട്ടൽ എനർജി എടുക്കുക, രണ്ടും ആഡ് ചെയ്യുക. അത് ബിഫോറും ആഫ്റ്ററും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ കാണുന്ന കൊളീഷനിലൊന്നും കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജി അല്ലേ ഇത്? കൊളീഷൻ നടക്കുന്നതിന് മുമ്പുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ. കൈനറ്റിക് എനർജി ഇതല്ലേ? നമ്മൾ രണ്ട് വസ്തുക്കൾ, ഇപ്പോൾ ഒരു കാറും ബസ്സും തമ്മിൽ ഇടിച്ചു വിചാരിക്കും. അപ്പോൾ ബിഫോർ കൊളീഷന് മുമ്പ് കൈനറ്റിക് എനർജി ഇതാണ് ആണല്ലോ. റെഡി? അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇടിക്കുന്ന സമയത്ത് തമ്മിൽ ഇടിച്ചു, കാറും ബസ്സും തമ്മിൽ ഇടിച്ചു വിചാരിക്കും. അപ്പോൾ ഇടിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാവില്ലേ? അപ്പോൾ സൗണ്ട് എനർജി ഉണ്ടാവും. അതുപോലെ ഹീറ്റ് എനർജി ഉണ്ടാവും. പിന്നെ ലൈറ്റ് എനർജി ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള എനർജികളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലേ ഇത്? കൊളീഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി ഇതൊരു 100 ജൂളാന്ന് വിചാരിച്ചോ. കൊളീഷന് മുമ്പുള്ള ഈ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ രണ്ടും ആഡ് ചെയ്താൽ ഒരു 100 ജൂളാണെന്ന് വിചാരിക്കും ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവർ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് സൗണ്ട്, ഹീറ്റ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എനർജികളൊക്കെ ഉണ്ട്. എനർജി ലോസ് എന്ന് പറയും. അപ്പോൾ ഈ എനർജി ലോസ് ആവുകയാണ്, അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലേ, സറൗണ്ടിങ്സിലേക്ക് ലോസ് ആവുകയാണ്. അപ്പോൾ ഇത് എനർജി ലോസാണ്, സൗണ്ട്, ഹീറ്റൊക്കെ. അപ്പോൾ ഈ ഇവരുടെ കൈനറ്റിക് എനർജി, നമ്മൾ കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജി നമ്മൾ 100 ജൂൾ എടുത്തു. ഇതിൽ കുറേ ഭാഗം സൗണ്ട്, ഹീറ്റൊക്കെ ആയിട്ട് എന്താവും? ലോസ് ആവും. എന്ന് പറഞ്ഞാൽ ഈ 100 ജൂളിൽ
ഇതാണ് ആദ്യമുള്ള എനർജി, കൊളീഷൻ മുമ്പുള്ള കൈനറ്റിക് എനർജിയാണ് ഇത്. ഇതിൽ കുറേ ഭാഗം സൗണ്ട് ഹീറ്റൊക്കെ ആയിട്ട് ലോസ് ആവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 30 ജൂൾ ലോസ് ആയി, സൗണ്ട് ഹീറ്റൊക്കെ ആയിട്ട് ഒരു 30 ജൂൾ പോയി, 30 ജൂൾ ലോസായി. അപ്പോൾ അത് പോയത് ഈ 100ൽ നിന്നാണ്, മനസ്സിലായോ? ഇതിൽ നിന്ന് 30 ജൂൾ ലോസായി. ബാക്കി എത്രയുണ്ട്? 70 ജൂൾ. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി ബാക്കി 70 ജൂളേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 70 ജൂളേ കിട്ടും. കാരണം 30 ജൂള് സൗണ്ട് ഹീറ്റൊക്കെ ആയിട്ട് മാറി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ കാണുന്ന കൊളീഷൻ അല്ലേ ഇങ്ങനത്തെ കൊളീഷൻ അല്ലേ, ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജിയിൽ ആദ്യമുള്ള കൈനറ്റിക് എനർജീൻ്റെ അകത്ത് കുറേ ഭാഗം ഇങ്ങനെയൊക്കെ ലോസ് ആവും. അപ്പോൾ ബാക്കിയാണ് കൊളീഷന് ശേഷമുള്ള ഈ കൈനറ്റിക് എനർജി ഇത്രയേ ഉണ്ടാവും. അപ്പോൾ ഇത് ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ പറയും കൈനറ്റിക് എനർജി എന്തല്ല? കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. ഇതാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒട്ടുമിക്ക എല്ലാ കൊളീഷനും എന്ത് കൊളീഷനാണ്? ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. ഇനി ഏത് കൊളീഷനായാലും, അത് ഇലാസ്റ്റിക് കൊളീഷൻ ആയാലും ശരി, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആയാലും ശരി, അതിൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. ഏത് കൊളീഷനിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇനി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഇതിൽ എനർജി ലോസ് ഉണ്ടാവും. കുറേ എനർജി, ആദ്യമുള്ള എനർജീൻ്റെ അത് കൈനറ്റിക് എനർജിയിൽ നിന്ന് കുറേ എനർജി എന്താവും? ലോസ് ആവും. ബാക്കി മാത്രമേ ഇവിടെ ഉണ്ടാവും, ഇവിടെയുള്ള കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ലോസ് എത്രയാണ്? 30. അപ്പോൾ ഇതാണ് ലോസ് ഓഫ് എനർജി. ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, സൗണ്ട്, എറ്റ്സെട്ര. ആ ലോസ് ഓഫ് എനർജി എങ്ങനെ കാണാം? ലോസ് ഓഫ് എനർജി കാണാൻ ഈ എനർജിയിൽ നിന്നില്ല, ഇത് 100ഉം ഇത് 70 അല്ലേ, അപ്പോൾ അത് 30 അല്ലേ. അപ്പോൾ 30 കിട്ടണമെങ്കിൽ എന്ത് ചെയ്തായി? ഇതിൽ നിന്ന് ഇതെന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ എനർജി ആദ്യമുള്ള ഇനീഷ്യൽ എനർജി മൈനസ് ഈ ഫൈനൽ കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് ഓഫ് എനർജി കിട്ടും. ഓക്കെ. അപ്പോൾ ലോസ് ഓഫ് എനർജി കിട്ടാൻ എന്ത് ചെയ്യണം? ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി എടുത്താൽ ലോസ് ഓഫ് എനർജി കിട്ടും. ഓക്കെ. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു ഒട്ടുമിക്ക എല്ലാ കൊളീഷനിലും ഇങ്ങനെയാണ്. കൈനറ്റിക് എനർജി എന്തല്ല? കൺസേർവ്ഡ് അല്ല. എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ, മൊമെൻറ്റം കൺസേർവ്ഡ്. ഏത് കൊളീഷനിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഈ കേസ് നമുക്ക് എല്ലാ കൊളീഷനിലും എഴുതാം കേട്ടോ. കൊളീഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യേണ്ട വരിക ഇതാണ്. ഇതിൻ്റെ പേരാണ് മൊമെൻറ്റം കൺസർവേഷൻ അല്ലേ. ഇനീഷ്യൽ മൊമെൻറ്റോ ടോട്ടൽ മൊമെൻറ്റോ ഫൈനൽ ടോട്ടൽ മൊമെൻറ്റോ ഈക്വൽ ആയിരിക്കും. ഓക്കെ. പക്ഷേ ഇതങ്ങനെ എഴുതാൻ പറ്റില്ല. ഇത് ഈക്വേറ്റ് എഴുതാം ഏതിൽ? ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് ഹീറ്റ് അതൊന്നും ഉണ്ടാകാൻ പാടില്ല. എനർജി ലോസ് ഉണ്ടാവരുത്. അപ്പോൾ എനർജി ലോസ് ഇല്ല. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി മൊത്തം ഇവിടെ എത്തും. അപ്പോൾ ഈക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യുക ഏതിൽ? ഇലാസ്റ്റിക് കൊളീഷനിൽ. സാധാരണ അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള എനർജിയൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പേര് എനർജി ലോസ്. അപ്പോൾ എനർജി ലോസ് ഉണ്ടാവും. അങ്ങനെയുള്ള കൊളീഷനാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എഴുതാം, പക്ഷേ ഇത് എഴുതാൻ പറ്റില്ല. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഇലാസ്റ്റിക് collision in one dimension. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ സാധാരണ കാണുന്ന എല്ലാ കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. ഓൾമോസ്റ്റ് എല്ലാ കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ നമ്മളിപ്പോൾ ഗ്യാസ് മോളിക്കൂളെല്ലാം തമ്മിലുള്ള കൊളീഷൻ ഉണ്ടല്ലോ, ഗ്യാസ് മോളിക്യൂൾസൊക്കെ തമ്മിലുള്ള കൊളീഷൻ അത് ഓൾമോസ്റ്റ് നമ്മൾ നിയർലി ഇലാസ്റ്റിക് കൊളീഷനായിട്ട് കൺസിഡർ ചെയ്യും കേട്ടോ. കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ഓക്കെ ഓൾമോസ്റ്റ് ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ consider a body A of mass m1. It is moving
with velocity u1, another body B of mass m2 which is moving with velocity u2 okay, moving with velocity u2. It is moving in a straight line, അത് one dimensional motion. So they are moving in a straight line. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, ഇവിടെ ലെറ്റ് u1 ഈസ് ഗ്രേറ്റർ ദാൻ u2. ഇതിനാണ് വെലോസിറ്റി കൂടുതൽ എന്നിരിക്കും, അപ്പോൾ u1 ഈസ് ഗ്രേറ്റർ ദാൻ u2. അങ്ങനെയാണെങ്കിൽ ഇതിനല്ലേ സ്പീഡ് കൂടുതൽ, അങ്ങനെയാണെങ്കിൽ ഇത് വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്യും അല്ലേ. u1 ഗ്രേറ്റർ ദാൻ u2 ആണെങ്കിൽ ഇത് വന്നിട്ട് ഇതിനെ കൊളൈഡ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ കൊളൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, ഇവിടെ നടക്കുന്ന കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷനാണെന്ന് സങ്കല്പിക്കൂ. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്, പക്ഷെ നിങ്ങൾ ഇലാസ്റ്റിക് കൊളീഷനാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ നടന്നിരിക്കുന്ന കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷനിൽ രണ്ട് പോയിന്റ് എന്തൊക്കെയാണ്? മൊമെൻറ്റം കൺസേർവ്ഡ്, അതുപോലെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ്. ഓക്കെ, അപ്പോൾ കൊളീഷൻ നടന്നു. കൊളീഷന് ശേഷം m1ൻ്റെ വെലോസിറ്റി v1 ആയി. ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റി എന്താവാം? ചേഞ്ച് ആവാം അല്ലേ. m1ൻ്റെ വെലോസിറ്റി v1 ആയി, ഇതുപോലെ m2ൻ്റെ വെലോസിറ്റി v2 ആയി ആഫ്റ്റർ കൊളീഷൻ. സപ്പോസ് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ആണെങ്കിൽ രണ്ട് പോയിന്റ് എന്തൊക്കെയാണ് പഠിച്ചത്? ഇലാസ്റ്റിക് ആണെങ്കിൽ ഒന്ന് മൊമെൻറ്റം കൺസേർവ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റം ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റം അല്ലേ. അപ്പോൾ മൊമെൻറ്റം കൺസേർവ്ഡ് എന്നുള്ള പോയിന്റ് അപ്ലൈ ചെയ്ത് എങ്ങനെ വരും? m1 u1 പ്ലസ് m2 u2 അല്ലേ. m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു ഇവിടെയുള്ളത് വരും m1 v1 പ്ലസ് m2 v2. ഓക്കെ, ഈ 1 കാണുന്നത്, അതായത് m1 u1 ഇതിലും 1 അല്ലേ, m1 v1, ഈ 1 കാണുന്നത് ഒരു സൈഡിലെടുക്കുക, ഇതിൽ 2 m2 u2 2 അത് റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുക, ഇത് റൈറ്റിലേക്ക് എടുക്കുക. അപ്പോൾ m1 u1 മൈനസ് m1 v1 അല്ലേ, ഇത് ലെഫ്റ്റിലേക്ക് എടുത്തു. ഈക്വൽ ടു ഇത് റൈറ്റിലേക്ക് പോയാൽ m2 v2 മൈനസ് m2 u2 വരും. സോ m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇത് നമ്മൾ ഏത് പോയിന്റ് വെച്ചിട്ടാണ് ചെയ്തത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് എന്നുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇനി നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ അല്ലേ, ഇലാസ്റ്റിക് കൊളീഷനിൽ പഠിച്ച അടുത്ത പോയിന്റ് എന്നാ? ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും എന്താണ്? കൺസേർവ്ഡ് ആണ് അല്ലേ. കൈനറ്റിക് എനർജി ഓൾസോ കൺസേർവ്ഡ്. അപ്പോൾ ഇവിടെയുള്ള കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി പറഞ്ഞാൽ രണ്ടും ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ കൈനറ്റിക് എനർജി. ഓക്കെ, ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും? ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ഓക്കെ, ഈ രണ്ട് ടേമിൽ നിന്ന് ഇതിൽ നിന്ന് ഹാഫ് പുറത്തെടുത്തു, ഈ രണ്ട് ടേമിൽ നിന്ന് ഹാഫ് പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ പുറത്തെടുത്ത ഹാഫും ഇവിടുന്ന് പുറത്തെടുത്ത ഈ ഹാഫ് തമ്മിൽ എന്താവും? ക്യാൻസൽ ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എല്ലാത്തിൽ നിന്നും ഹാഫ് എന്താവും? ക്യാൻസൽ ആവും. ഓക്കെ, ഇനി മുകളിൽ ചെയ്ത അതേ സംഭവം ഇവിടെയും ചെയ്യാം. ഈ 1 കാണുന്നത് ഇതിൽ രണ്ടിലല്ലേ 1 ഉള്ള, ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുക, ഇത് റൈറ്റിലേക്ക് പോട്ടെ. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ എന്താവും? m1 u1 സ്ക്വയർ, ഇത് ലെഫ്റ്റിലേക്ക്, മൈനസ് m1 v1 സ്ക്വയർ ഈക്വൽ ടു, ടേക്ക് ഇറ്റ് റൈറ്റ് സൈഡ്, ഇവിടെ m2 v2 സ്ക്വയർ ഉണ്ട്, m2 v2 സ്ക്വയർ റൈറ്റിലേക്ക് പോയാൽ മൈനസ് m2 u2 സ്ക്വയർ. ഓക്കെ, സോ ടേക്ക് m1 ഔട്ട് സൈഡ്,
m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. സോ m1 ഇൻറ്റു ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ ഹിയർ m2 ഇൻറ്റു അതേപോലെ എഴുതിയാലോ v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷനിൽ രണ്ട് കാര്യങ്ങൾ, മൊമെൻറ്റം കൺസേർവ്ഡ് അതുപോലെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ്, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത്രയും ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. 2 ഡിവൈഡ് ബൈ 1. 2 എന്ന് പറയുമ്പോൾ ഇതാണല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ അല്ലേ ഇതും ഇതും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് 2/1 എഴുതിയത്. അപ്പോൾ ഇത് ബൈ ഇത് ഇവിടെ ആരെയുള്ളത് m1 ഇൻറ്റു ഇവിടെ ഉള്ളത് u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഈ ഇക്വേഷൻ. ഇത് ബൈ ഇത് ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ m1 ഇൻറ്റു u1 മൈനസ് v1 അല്ലേ. ഈക്വൽ റൈറ്റ് സൈഡിലോ, റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഇത് ഓക്കെ m2 ഇൻറ്റു v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ ഇത് ഫസ്റ്റ് വൺ m2 ഇൻറ്റു v2 മൈനസ് u2. ഓക്കെ, സോ m1 ക്യാൻസൽ, u1 മൈനസ് v1 u1 മൈനസ് v1 ക്യാൻസൽ, m2 ക്യാൻസൽ, v2 minus u2 v2 minus u2 cancel. Okay, so it become u1 plus v1 equal to v2 plus u2. Okay, അപ്പോൾ ഇതിൽ യു കാണുന്നത് ലെഫ്റ്റിൽ u1 ഇവിടെ u2, u ലെഫ്റ്റ് ഒരു സൈഡിൽ വെക്ക്, v മറു സൈഡിൽ വെക്ക്. അപ്പോൾ u2 ലെഫ്റ്റിലേക്ക് എടുത്തോ. അപ്പോൾ u1 മൈനസ് u2 അല്ലേ, u1 മൈനസ് u2 ടേക്ക് v1 ദാറ്റ് സൈഡ്. സോ ഇറ്റ് ബിക്കം v2 മൈനസ് v1. അപ്പോൾ u1 മൈനസ് u2 v2 മൈനസ് v1 ഈക്വലാണ്. അപ്പോൾ u1 നോക്കൂ, u1 മൈനസ് u2 u1 മൈനസ് u2 u1 മൈനസ് u2 ഇത് രണ്ടും ഒരേ ഡയറക്ഷനല്ലേ പോകുന്നത്, ഒരേ ഡയറക്ഷൻ സെയിം ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി വൺ ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ കൊളീഷന് മുമ്പ് ഇവർ സ്ട്രെയിറ്റ് ലൈനിലാണ് വരുന്നത്. ഇനി കൊളീഷന് ശേഷവും ഇവർ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് പോകുന്നത്. സ്ട്രെയിറ്റ് ലൈൻ തന്നെ പോകാം, വൺ ഡയമെൻഷണൽ മോഷൻ ആവും. അപ്പോൾ കൊളീഷന് ശേഷവും നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് ഇവർ പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. വൺ ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, ആ കേസിൽ മാത്രമാണ് ഇത് കിട്ടുക. ഇനി ഇതല്ലാത്ത ഇപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഒന്ന് മറ്റൊന്നിനെ കൂട്ടിമുട്ടിയാൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് തെറിച്ചു ഒന്ന് മറ്റേത് ഇങ്ങോട്ട് തെറിച്ചു അങ്ങനെയെല്ലാം ഉണ്ടാവില്ല. ആ ടൈപ്പ് കൊളീഷൻ നമുക്ക് പറയാനുണ്ട്, അത് കിടക്കട്ടെ. ഇത് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫോർ വൺ ഡയമെൻഷണൽ മോഷൻ. വൺ ഡയമെൻഷണൽ കൊളീഷൻ നടക്കുന്നതിന് മുമ്പും ശേഷമൊക്കെ ഇവർ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ആ കേസിൽ നമുക്ക് കിട്ടിയ ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ നമുക്കിങ്ങനെ കിട്ടി. ഇനി ഈ രണ്ട് വസ്തുക്കൾ ഒരേ ഡയറക്ഷനല്ലേ മൂവ് ചെയ്യുന്നത്. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി പഠിച്ചില്ലേ. റിലേറ്റീവ് വെലോസിറ്റി ഇപ്പോൾ ഒരു രണ്ട് ബസ്സുകൾ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഇത് v1 ഇത് v2 ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്, v1 മൈനസ് v2 അങ്ങനെ ഇല്ലേ. അപ്പോൾ u1 മൈനസ് u2 എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ ബോഡി എ വിത്ത് റെസ്പെക്ട് ടു ബി അങ്ങനെ പഠിച്ചില്ലേ. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അതാണ് u1 മൈനസ് u2. അപ്പോൾ ഇത് ഈ റിലേറ്റീവ് വെലോസിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അതാണ് u1 മൈനസ് u2. അതുപോലെ v2 മൈനസ് v1 അപ്പോൾ ഇതാ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ v2 മൈനസ് v1 അല്ലേ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് v2 മൈനസ് v1 അല്ലേ. v2 മൈനസ് v1 എന്ന് പറയുമ്പോൾ
വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അത് ആഫ്റ്റർ കൊളീഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. u1 മൈനസ് u2 എന്ന റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഇവിടെ v2 മൈനസ് v1 ആണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, ഇതിനെ നമ്മൾ ഈ ടേമിനാണ് ഫസ്റ്റത്തെ, ഇതിനെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇതിനെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. ഇത് അപ്രോച്ച്, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അപ്രോച്ച് എന്ന് വിളിക്കാൻ കാരണം കൊളീഷന് മുമ്പ് എന്നാണ് സംഭവിക്കുന്നത്. കൊളീഷന് മുമ്പ് ഈ എ വന്നിട്ട് ബീനെ കൊളൈഡ് ചെയ്യുക. അപ്പോൾ എ ബീനെ അപ്രോച്ച് ചെയ്യല്ലേ, എ ബീനെ അപ്രോച്ച് ചെയ്യാണ്. അപ്രോച്ച് ചെയ്ത് ലാസ്റ്റ് അതിനെ കൊളൈഡ് ചെയ്യും. അരുവത്തിലേ സംഭവിക്കുന്നത്. അങ്ങനെയാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഈ ടേമിനെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഈക്വൽ അല്ലേ, ഈക്വലാണ്. ഇത് ഇലാസ്റ്റിക് കൊളീഷനാണ്, ഇലാസ്റ്റിക് കൊളീഷനിലാണ്. അല്ലാതെ ഇന്നിലാസ്റ്റിക് കൊളീഷനാണ് ഇത് ഒരിക്കലും കിട്ടില്ലല്ലോ. കാരണം ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ നമ്മൾ പഠിച്ചെന്നാൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലല്ലോ. എന്നാൽ ഇതിങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കൈനറ്റിക് എനർജിനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല ഇന്നിലാസ്റ്റിക് കൊളീഷനിൽ. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ്റെ റിസൾട്ടായത്. ഇത് ഓൺലി ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. ഓക്കെ, ഇതൊക്കെ ചെയ്ത് പഠിച്ചോളണേ. നെക്സ്റ്റ് ടോപ്പിക് this I am taking as equation number 3. Okay, next velocities after collision. വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷമുള്ള വെലോസിറ്റികൾ. വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി അതല്ല. ഏതൊക്കെയാണ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി? കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഈ v1ഉം v2 ആണ് അല്ലേ. v1ഉം v2 ആണ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കണം. v1 കാണാനൊരു ഫോമുല, അതുപോലെ v2 കാണാനൊരു ഫോമുല. ഇപ്പോൾ v1ഉം v2 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഇക്വേഷൻ 1 ഇത് ഞാൻ മയക്കാതെ വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ട്. ഓക്കെ, ഇതിൽ ഇപ്പം നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് കിട്ടിയില്ലേ അല്ലേ. ഇതിൽ നിന്ന് നിങ്ങൾ u1 കാണാം. ഇതിൽ നിന്ന് നിങ്ങൾ v1 കാണാം. v1 കാണാമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് v1 കാണാമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. v1 കണ്ടുകൂടെ, ഇതെല്ലാം റൈറ്റ് സൈഡിലേക്ക് എടുക്കുക, v1 ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ v1 കിട്ടി. ആ v1നെ ഇക്വേഷൻ 3യിൽ നിന്ന് കിട്ടിയ v1നെ v1നെ ഇക്വേഷൻ 1 കൊടുക്കുക. v1 കണ്ടോ, അതിൽ നിന്ന് v1 കണ്ടുപിടിക്കുക. v1 കണ്ടുപിടിച്ചിട്ട് ആ v1നെ ഇവിടെ കൊടുക്കുക, ഇക്വേഷൻ 1 കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കുറേ ചെയ്തു പോയാൽ നിങ്ങൾക്ക് v2 കിട്ടും. ചെയ്തുതരാം, ഇപ്പോൾ ചെയ്തുതരാം. അപ്പോൾ v2 കിട്ടും. അതേപോലെ ഇതിൽ നിന്ന് v2 കാണാം. ഇക്വേഷൻ 3യിൽ നിന്ന് v2 കാണാം. v2 കണ്ടുപിടിക്കുക. v2 കിട്ടിയാൽ ആ v2നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v2നെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് ചെയ്താൽ v1 കിട്ടും. ചെയ്തുതരാം, നോക്കൂ. അപ്പോൾ ആദ്യം അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഇൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഇക്വേഷൻ 3യിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഇക്വേഷൻ 3യിൽ നിന്നൊന്ന് v2 കണ്ടോ, v2 എന്താ വരിക? അപ്പോൾ മൈനസ് v1 ഇപ്പോൾ എടുക്കുന്നേരം എന്താ, പ്ലസ് v1. അപ്പോൾ u1 മൈനസ് u2 അല്ലേ, ഇത് ഇപ്പോൾ എടുത്താൽ പ്ലസ് v1 ഈക്വൽ v2 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ആരെ കണ്ടു, v2 കണ്ടു. ഇനി ഞാൻ എന്താ പറഞ്ഞത്, ഇതിനെ ഇക്വേഷൻ 1ൽ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഓക്കെ, സോ m1 ഇൻറ്റു u1 മൈനസ് v1 ഓക്കെ ഈക്വൽ ടു
m2 ഇൻറ്റു v2 മൈനസ് u2. v2 കണ്ടോ, v2. ഈ v2ന് പകരം ഇത് കൊടുക്കുക, v2ൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u1 മൈനസ് u2 പ്ലസ് v1. ഇതാണ് v2 മൈനസ് u2. ഒരു മൈനസ് u2 ഇവിടെ ഉണ്ടല്ലോ. സോ ഇറ്റ് ബിക്കം, ഇനി m1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ, m1 u1 മൈനസ് m1 v1 ഈക്വൽ ടു m2 u1. m2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ, m2 u1. ഇവിടെ നോക്കേ, മൈനസ് u2 മൈനസ് u2 മൈനസ് 2u2. അപ്പോൾ മൈനസ് 2u2 ആണ്. മൈനസ് 2u2 ഇൻറ്റു m2. അപ്പോൾ മൈനസ് 2u2 ഇൻറ്റു m2 ഉണ്ടല്ലോ. അപ്പോൾ m2 u2. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ u2 2u2 ഉണ്ട്. 2u2നും m2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോറി m2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞു. പ്ലസ് v1 അല്ലേ. അപ്പോൾ m2 v1. നമ്മൾ ഹെഡിങ് നോക്കൂ, വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ ആണ്. വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? v1 ഉം v2. ഓക്കെ, അതിലേതെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കുക. ഇതിൽ നിന്ന് നോക്കൂ, ഇതില്ലേ ഈ ടേം ലെഫ്റ്റിലേക്ക് എടുത്തു. ഇതിൽ v1 ഉണ്ടല്ലോ, ഇതിലും v1 ഉണ്ടല്ലോ. അപ്പോൾ ഇത് അത് റൈറ്റിലേക്ക് പോകും. ഈ ടേം റൈറ്റിലേക്ക്, ഇതവിടെ നിന്നോട്ടെ. അതുപോലെ ഇതും റൈറ്റിലേക്ക്. ബാക്കി ഇവിടെയുള്ള ഈ ടേംസൊക്കെ ലെഫ്റ്റിലേക്ക് എടുക്കും. അപ്പോൾ m1 u1 ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് m2 u1. ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് ആണ്, അപ്പോൾ പ്ലസ് ആവും. പ്ലസ് 2m2 u2 ഈക്വൽ ടു, ഇവിടെ ആരുണ്ട്? m2 v1 അവിടെ ഉണ്ട്. ഇത് മൈനസ് ആണ്. ഈ മൈനസ് റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. പ്ലസ് m1 v1 ആവും. ഓക്കെ, ഇനി ഈ രണ്ട് ടേമിൽ ഇതിൽ u1 ഉണ്ട്, ഇതിൽ u1 ഉണ്ട് അല്ലേ. സോ ടേക്ക് u1 ഔട്ട്സൈഡ്. സോ u1 ഇൻറ്റു എന്ത് കിട്ടും? u1 ഇൻറ്റു m1 മൈനസ് m2. m1 മൈനസ് m2 അല്ലേ. u1 ടേക്ക് ഔട്ട്സൈഡ്. സോ m1 മൈനസ് m2 പ്ലസ് 2m2 u2 ഈക്വൽ ടു, ഫ്രം ദീസ് ടു ടേംസ് ഇതിൽ രണ്ടിലും v1 ഉണ്ട് അല്ലേ. ടേക്ക് v1 ഔട്ട്സൈഡ്. സോ v1 ഇൻറ്റു m2 പ്ലസ് m1 അല്ലെങ്കിൽ m1 പ്ലസ് m2. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ആരെയാ? v1. ഈ വെലോസിറ്റി v1 അല്ലേ, ആഫ്റ്റർ കൊളീഷൻ v1. സോ ഇത് ഈ ടേം ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും അല്ലേ. സോ u1 ഇൻറ്റു m1 മൈനസ് m2 പ്ലസ് 2m2 u2 ഇത് ഓൾ ഡിവൈഡഡ് ബൈ ഈ m1 പ്ലസ് m2. ഓക്കെ, ഇത് ലെഫ്റ്റിലേക്ക് എടുത്തു. ഈക്വൽ ടു ആര്? ഈക്വൽ ടു v1. ഇങ്ങനെ കിട്ടി v1. അപ്പോൾ ഈ v1 കാണാനുള്ള ഫോമുല കിട്ടിയില്ലേ? v1 കാണേണ്ട ഫോമുല ഇത്. ഓക്കെ, v1 കിട്ടി. ഇതേപോലെ v2 കാണണം. v2 കാണേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ 3യിൽ നിന്ന് v2 കണ്ടു. ഇങ്ങനെ ചെയ്തേ മെത്തേഡ് നോക്കുക. 3യിൽ നിന്ന് v2 കണ്ടു, ഇതിൽ നിന്ന് v2 കണ്ടു. ആ v2നെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടുന്ന് v2 കണ്ടിട്ട്, ഇക്വേഷൻ 3യിൽ നിന്ന് v2 കണ്ടിട്ട് ആ v2നെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് v1 കിട്ടിയത്. കണ്ടോ? അതേപോലെ ഇതിൽ നിന്ന് ഏത് കാണുക? ഇതിൽ നിന്ന് v1 കാണാം. ഇതിൽ നിന്ന് v1 കാണാം. ഇതിൽ ആ v1നെ ഇക്വേഷൻ 1ൽ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, v1 കൊടുക്കുക. അങ്ങനെ ഇതുപോലെ കുറേ ചെയ്താൽ നിങ്ങൾക്ക് v2 കിട്ടും. മെത്തേഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് രണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നിങ്ങൾ കണ്ടു, ഇനി സിമിലർലി എന്നും പറഞ്ഞ് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ സിമിലർലി നിങ്ങൾക്ക് ആരെ കിട്ടും? v2 കിട്ടും. ഒന്ന് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, ഇത് കിട്ടുക എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ v2 കാണാം. v2ൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? v2ൻ്റെ ഇക്വേഷൻ വരും ഒന്നുമില്ല. u1 കാണുന്നിടത്ത് u2 കൊടുക്കുക, m1 കാണുന്നിടത്ത് m2 കാണുന്നിടത്ത് m1, അങ്ങനെ എല്ലാം മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, u1ന് പകരം u2, m1 മൈനസ് m2 എന്നുള്ളിടത്ത് m2 മൈനസ് m1 പ്ലസ് 2 m2ന് പകരം m1, u2ന് പകരം u1. കണ്ടോ?
ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്നുള്ളത് m2 പ്ലസ് m1. m2 പ്ലസ് m1 എന്ന് പറഞ്ഞാൽ എന്തിനാ m1 പ്ലസ് m2 തന്നെ, അത് m1 പ്ലസ് m2 തന്നെ. ഓക്കെ, റെഡി? ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് V1 കാണാനുള്ള ഫോമുല കിട്ടി, V2 കാണാനുള്ള ഫോമുല കിട്ടി. ഓക്കെ, ഇത് ബൈഹാർട്ട് ആയിരിക്കണം. ഈ ക്ലാസ് ഇപ്പോൾ നമ്മൾ നിർത്താൻ പോവുകയാണ്. ഈ രണ്ട് ഫോമുല ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ച് കേസുകൾ പറയാനുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുക. ഈ ഫോമുലയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ ഈ രണ്ട് ഫോമുല കൊളീഷൻ എന്ന് കാണുന്നിടത്ത് എല്ലാവരുടെയും കൊണ്ട് അപ്ലൈ ചെയ്യല്ല. ഇതിന് കേസ് ഉണ്ട്. എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കണം, ഇൻ വൺ ഡയമെൻഷൻ ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കണം. അങ്ങനെ പിന്നെ ഇവിടെ നടക്കുന്ന കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ആഫ്റ്റർ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ് V1ഉം V2. അത് കാണാനുള്ള ഫോമുലാസ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ശരി.